നമസ്കാരം. കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ടെന്ന് അറിയാം. എൻ്റെ ഫോണ് കേടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കർക്കിടക മാസത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ ആണ്. അതിപ്പോൾ ചിങ്ങയായി, ക്ഷമിക്കാം. അത് അപ്പോൾ കർക്കിടക മാസം രാമായണ മാസമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആദ്യം ഈ വീഡിയോ അല്ല ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. കുറേ ആയിട്ട് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ഇത്തിരി ആത്മീയമാവാന്ന് വെച്ചിട്ട് വേറൊരു വീഡിയോ ആണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിനിടയ്ക്കാണ് കർക്കിടക മാസത്തിലെ ഡോക്ടർ സജി ഏവൂരത്ത് ഈ രാമകഥാഗാനലയം എന്ന പാട്ടിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അതും രാമായണവും കോർത്തിണക്കി വ്യാഖ്യാനിച്ച് കണ്ടത്. അപ്പോൾ അതിൽ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. വേണ്ടവർക്ക് അത് യൂട്യൂബിൽ കാണാം. അതല്ലാതെ അതിൻ്റെ ചരണത്തിൽ, അതായത് സരി സ സരി സ സരി സ സരി സ, ആ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ വരികൾ വരുമ്പോൾ ശ്രീ കൈതപ്പുറം നമ്പൂതിരി വളരെ ഭംഗിയായിട്ട് നമ്മുടെ അദ്വൈത സിദ്ധാന്തം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ. പിന്നെ ഓർമ്മക്കുറവ് നല്ലോണം ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ താഴോട്ട് നോക്കണ കാണുന്നുണ്ടാവും. അതായത് വരികൾ ഓർമ്മയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുനിയുമ്പോൾ നിങ്ങളെ അപമാനിക്കല്ല എന്ന് സദയം ഓർത്തു കൊള്ളുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം അതിൻ്റെ തുടക്കം ഇന്ദ്രധനുസ്സുകൾ മീട്ടി ദേവകളാദി നാമഗംഗയാടി എന്നാണ്. അപ്പോൾ ഈ ഇന്ദ്രധനുസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം മഴവില്ലല്ല, നമ്മുടെ ഷഡാധാര ചക്രങ്ങളാണ്, അല്ലെങ്കിൽ 7 ചക്രങ്ങളാണ്. ഇപ്പോൾ ചക്രങ്ങളുടെ കാലമാണ്. എല്ലാവരും കുണ്ടലിനിയും ശക്തിയും ഒക്കെ ആവാഹിച്ച് എവിടേക്കാണ് എത്തേണ്ടതെന്ന് അറിയാത്ത നട്ടം തിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ 7 ചക്രങ്ങൾ, അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, അപ്പോൾ ഈ 7 അപ്പോൾ ഈ 7 ചക്രങ്ങളാണ് ഈ ഇന്ദ്രധനുസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ 7 ചക്രങ്ങൾക്കും 7 ദേവതമാരുമുണ്ട്. അതും പലർക്കും അറിയുന്നുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ടാണ് പറയുന്നത്. മൂലാധാര ചക്രം അവിടെ സ്ഥിതി ചെയ്യുന്നത് ഗണപതിയാണ്. സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്രഹ്മാവാണ്. മണിപൂര ചക്രത്തിൽ വിഷ്ണുവാണ്. അനാഹതത്തിൽ ശിവനാണ്. അത് കഴിഞ്ഞ് ആജ്ഞാചക്രത്തിലേക്ക് എത്തുമ്പോൾ, അപ്പോൾ ഇത് നിങ്ങൾ ചോദിക്കും വിശുദ്ധിയിൽ ഇല്ലേന്ന്. വിശുദ്ധിയിലുണ്ട്, അത് പക്ഷേ എല്ലതും ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ. അപ്പോൾ അതേതാണെന്ന് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുക. അപ്പോൾ ആജ്ഞാചക്രത്തിൽ അർദ്ധനാരീശ്വരനാണ് വരുന്നത്. അപ്പോൾ അതും ശിവനല്ലേന്ന് വെച്ചാൽ അതെ, എന്നാലും നമുക്ക് 30 കോടി ദേവതകളുണ്ടെന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും തനതായ സ്വഭാവ സവിശേഷതകളുണ്ട്. അപ്പോൾ എല്ലാം ഒന്നാണെങ്കിലും ഒന്നിൽ നിന്നും ഈ ഒന്നായതിന്നൈഹ എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ അങ്ങനെ കണക്കാക്കിയാൽ മതി. അപ്പോൾ അത് അർദ്ധനാരീശ്വരനാണ്. സഹസ്രകാരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ശിവൻ തന്നെ വീണ്ടും വരികയാണ്. അപ്പോൾ ഈ പ്രാണിക് ഹീലിങ്ങും അല്ലെങ്കിൽ റേക്കിയൊക്കെ ശീലിച്ചവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. നമ്മുടെ ട്വിൻ ഹാർട്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഹൃദയചക്രവും സഹസ്രാര ചക്രവും കൂടി സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് 2 ശിവനെയും കൂടി യോജിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ജീവാത്മാവും പരമാത്മാവും, അതാണ് സങ്കല്പം. അപ്പോൾ ഈ ദേവതകളാണ് എന്ത് ചെയ്തത്? ആദിനാമഗംഗയാടി എന്നാണ്. അപ്പോൾ ആദിനാമം എല്ലാവർക്കും അറിയുന്ന പോലെ പ്രണവം ആണ്, ഓംകാരം ആണ് ചെല്ലുന്നത്. അപ്പോൾ ഓം എന്ന് ചെല്ലുമ്പോൾ ഈ പറയുന്ന എല്ലാ ദേവതകളും അല്ലെങ്കിൽ എല്ലാ ചക്രങ്ങളും ഉണർന്ന് ആ ഒരു ആനന്ദം നമ്മുടെ സഹസ്രാരത്തിൽ നിന്നും ഫൗണ്ടൻ പോലെ അങ്ങനെ വരികയും ചെയ്യും. അപ്പോൾ ഗംഗാനദി ശിവൻ്റെ ജടയിൽ നിന്ന് വരുന്നതും അങ്ങനെയാണെന്നാണ്. അപ്പോൾ അതാണ് ആദിനാമ ഗംഗയാടി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് എല്ലാ പാപങ്ങളും നശിച്ച് മുക്തനായി എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് രഘുപതി രാമജയം രഘുരാമജയം ശ്രീ ഭരതവാക്യ ഇന്ദുചൂടി. അപ്പോൾ രാമജയം, രഘുപതി രാമജയം എന്നുള്ളത് രാമമാണ്, അതെല്ലാവർക്കും അറിയാം. അത് ആ മറ്റേ നാമത്തെ
ഭരതൻ എവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു? ഇന്ദുചൂടി, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ തലയിൽ നെറുകിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ദുചൂടി സോദര പാതുക പൂജയിൽ ആത്മപദം പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞ സരയുവിൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത് പ്രണവം വരെ നമുക്ക് അത് അന്വയിക്കേണ്ടി വരും. അപ്പോൾ രാമനാമം ജപിച്ച് ആ സോദര പാതുകം, അതായത് രാമൻ്റെ പാതുകങ്ങളിൽ അർപ്പിച്ചിട്ടാണല്ലോ ഭരതൻ ഭരിക്കുന്നത്. അപ്പോൾ ആ രാമനാമം ജപിച്ച് അത്രയും ഭക്തിയോടുകൂടി അത് ചെയ്തപ്പോൾ ഈ ഹൃദയ പങ്കജത്തിൽ ആ ജ്ഞാനം അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിൻ്റെ ആ ദളം വിടർന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാതുക പൂജയിൽ ആത്മപദം പ്രണവം വിടർന്നു എന്നാണ് വരുന്നത്. അപ്പോൾ ആ പ്രണവം ശരിക്ക് ഓങ്കാരമായിട്ട് അല്ലെങ്കിൽ ആ നാദബ്രഹ്മത്തെ രാമനാമം കൊണ്ട് ഭരതൻ കൈവല്യമാക്കി എന്നാണ് കൈതപ്രം ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സരയുവിൽ ആ നദിയിൽ മന്ത്ര മൃദംഗ തരംഗ സുഖം ശരവേഗം ജീവതാളമേകി മാരുതിയായി എന്നാണ്. അപ്പോൾ ആ അതിലും പറയുന്നത് നാദബ്രഹ്മത്തെക്കുറിച്ചാണ്. മൃദംഗം വായിക്കുന്നത് ശിവനാണ്. അപ്പോൾ ശിവനല്ല, ക്ഷമിക്കണം, നന്ദിയാണ്. അപ്പോൾ ആ മൃദംഗ തരംഗ സുഖം ശരവേഗം ജീവതാളമേകിനാണ്. അപ്പം ആ ഓംകാരത്തിൻ്റെ ആനന്ദം കൃത്യമായിട്ട് ആ നാദബ്രഹ്മത്തെ അല്ലെങ്കിൽ ആ മൃദംഗത്തിൻ്റെ ആ ഒരു താളത്തിന്, അതായത് ഹൃദയ താളമാണ് ഉദ്ദേശിക്കുന്നത്, ലബ്ഡം 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 എന്നുണ്ടത്. അപ്പോൾ ആ താളത്തിൽ കൃത്യമായിട്ട് മാരുതിയായി, ആരാ മാരുതി എന്ന് പറഞ്ഞാൽ ഹനുമാനാണ്. അപ്പോൾ ഹനുമാനായിട്ട് അല്ലെങ്കിൽ ഹനുമാന് കിട്ടിയ അതേ ഒരു ആനന്ദാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പദം ഭരതനും കൈവല്യമായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ജലഗന്ധസൂന ധൂപദീപ കലയായി മന്ത്രയന്ത്ര തന്ത്ര ഭരിതമുണരു സാമഗാന ലഹരിയോടെ അണയു രാമ എന്നാണ്. അപ്പോൾ അങ്ങനെ ഭരതനും ആഞ്ജനേയനും അനുഗ്രഹം നൽകിയ രാമനെ ഈ പറയുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രമാവാം, അല്ലെങ്കിൽ കൈതപ്പുറം തന്നെ ആവാം, അല്ലെങ്കിൽ രവീന്ദ്ര മാഷോ ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ ജലഗന്ധസൂന ധൂപദീപം എന്നൊക്കെ പറഞ്ഞാൽ അത് താന്ത്രികമായിട്ട് വരുന്നതാണ്. പഞ്ചഭൂതങ്ങളാണ് ഈ പറയുന്ന ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം. ഇവ അഞ്ചും പഞ്ചഭൂതങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിനെ ഈ പറയുന്ന പോലെ തന്ത്ര സമുച്ചയത്തിൽ പറയുന്നുമുണ്ട്. അതും വേണമെങ്കിൽ ഇവിടെ ഉദ്ധരിക്കാം. തദാത്മാനാം തേഷാം യജ്വാനാം നിജ നിജാരംഭക പഞ്ചഭൂതാത്മകൈ രൂപഹരണൈ ജലഗന്ധപുഷ്പാദ്യുപഹരണവിധൗ തദ്വാരാ ദേവേ സ്വകീയ കൃത്സ്ന സമർപ്പണമേവ യജ് വിഭരവഹിതൈ മനുസന്ധേയം എന്നാണ് പ്രമാണം. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതെല്ലാം കൂടി ഇപ്പം ഈ ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം ഇവ പഞ്ചഭൂതങ്ങളുടെ പ്രതീകങ്ങളായിക്കൊണ്ട് അവ പൂജാദികളിൽ സമർപ്പിക്കുമ്പോൾ ആ പൂജകന്മാർ, അതായത് ആരാണോ ഇത് ചെയ്യുന്നത്, തങ്ങളുടെ അഹന്തയ്ക്കും മമതയ്ക്കും വിഷയങ്ങളായുള്ളവയെല്ലാം സമർപ്പിക്കുകയാണ്. അതായത് ആർക്ക് സമർപ്പിക്കുന്നു? ആ ഹോമകുണ്ടത്തിൽ അല്ലെങ്കിൽ ആ നദിയിൽ. ഇപ്പം ഇവിടെ പറയുന്നത് നദിയുടെയാണ്. സൂനം എന്ന് പറഞ്ഞാൽ നദി, രശ്മി, വിടർന്ന, ജനിച്ച ഒക്കെ അർത്ഥം വരും. ചെറുനാവും വരും. അപ്പം ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള യൗകികവും താന്ത്രികവുമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. നദി, ജലത്തിൽ നിന്നാണ് സൃഷ്ടിയുടെ ഉദ്ഭവം.
രശ്മി, സൂര്യൻ്റെ രശ്മി ഇല്ലാതെ നമുക്ക് ആർക്കും ഊർജമില്ല. അതുപോലെ വിടർന്ന, ഇപ്പോൾ നമ്മുടെ എല്ലാം ജ്ഞാനോദയം എന്ന് പറയുന്നത് തന്നെ താമര വിടർന്ന പോലെയാണ് എന്നാണ് പ്രമാണം പറയുന്നത്. അതുപോലെ ജനിച്ചാൽ പിന്നെ ഈ പറയുന്ന പോലെ സംസാരം തുടങ്ങായി. അപ്പം കൃത്യമായിട്ടുള്ള അമലമായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്നും ഒരു വ്യതിയാനം സംഭവിച്ചിട്ടാണ് ജനനം വരുന്നതെന്നാണ്. അപ്പോൾ അതും അവിടെ വന്നായി. ചെറുനാവ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെറുനാവ് കൃത്യമായിട്ട് അവിടെ നാവുകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ സഹസ്രാരം ഉണർത്താൻ, അല്ലെങ്കിൽ സഹസ്രാരത്തിലേക്ക് കുണ്ടലിനി ഉയർത്താനുള്ള ഒരു യോഗാമാർഗം കൂടിയാണ് ഈ ചെറുനാവ് എന്ന് പറയുന്നത്. അപ്പോൾ സാക്ഷാൽ കൈതപ്പുറം തിരുമേനിയുടെ മറ്റേ ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ ഒരു വ്യാപ്തിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ ചരണം കൊണ്ട് കാണിക്കുന്നത്. അതായത് ഈ പദങ്ങളെല്ലാം കൃത്യമായി സംയോജിപ്പിച്ച് ഈ ഒരു അദ്വൈത സിദ്ധാന്തം തന്നെ നമുക്ക് മുന്നിൽ അദ്ദേഹം തെളിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതുകൊണ്ടൊക്കെ ഭരിതമായിട്ടുള്ള സാമഗാന ലഹരിയോടെ അണയുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ഈ സാമഗാനം എന്ന് പറയുന്നത് വെച്ചാൽ സാമഗാനത്തിൽ നിന്നാണ് സംഗീതം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കഥാപാത്രം സംഗീതജ്ഞനാണ്. അല്ലെങ്കിലും സാമഗാനത്തിൽ അല്ലെങ്കിൽ സാമഗാന മന്ത്രങ്ങൾക്കാണ് ഏറ്റവും ശക്തി എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ അത് രണ്ടും അതിലേക്ക് സന്നിവേശിപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഉണരൂ അല്ലെങ്കിൽ അണയൂ എന്നാണ്, അതായത് എന്നെ ആലിംഗനം ചെയ്യൂ എന്നാണ് ആ കഥാപാത്രം പറയുന്നത്. പിന്നെ രാമ എന്നുള്ള നാമമാണ് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എളിയ വ്യാഖ്യാനം. ഇതെൻ്റെ മാത്രം വ്യാഖ്യാനമാണ്. അത് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ചിന്തിച്ചെടുത്തിട്ടുള്ള വ്യാഖ്യാനമാണ്. ഇതിന് പ്രമാണമാകെ ഈ തന്ത്രസമുച്ചയം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം സ്വയംകൃതിയാണ്. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായും തിരുത്തണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.